കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയെക്കുറിച്ചുള്ള സംസാരമൊന്നും അധികമായിട്ട് ഇല്ലാതിരുന്നതാണ്. എല്ലാവരും ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് മറന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെയും ഉണ്ടെങ്കിൽ അകാനുണ്ടെങ്കിൽ ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തുണ്ടെങ്കിൽ അമ്മൂമ്മയെക്കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ എന്നെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഞാനുണ്ടെങ്കിൽ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അപ്പുറത്തെ സൈഡ് അറിയാതാണ് നിങ്ങൾ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഒരു സൈഡിലെ സംഭാഷണം മാത്രമാണ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ്, എനിക്കും ഉണ്ടെങ്കിൽ ദേഷ്യം വരും. ഒരു പരിധി വിട്ടുണ്ടെങ്കിൽ അവർ സംസാരിച്ചപ്പോൾ ആ ദേഷ്യത്തിൽ ഞാനും പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല, എന്നാൽ പോലും ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തോ നടന്നതെന്ന് പോലും കാണിക്കാതാണ് ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ വെളിയിൽ വിട്ടത്. ഞാനുണ്ടെങ്കിൽ എനിക്ക് വിശ്വസ്തയായിട്ടുള്ള ഒരാളടുത്ത് ഞാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യമുണ്ടെങ്കിൽ ഇത് കണക്ക് തിരിച്ച് സോഷ്യൽ മീഡിയ ഇടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ വ്യക്തി പറഞ്ഞത് അതോടെ തന്നെ എൻ്റെ അമ്മൂമ്മ ആയിക്കോട്ടെ, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത് കണക്കുണ്ടെങ്കിൽ വെളിയിട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ റെസ്പോണ്ടായിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഒരുപാട് പേരുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബക്കാരെ തെറ്റെന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളെത്ര മോശമായിട്ടാണ് അമ്മൂമ്മ ട്രീറ്റ് ചെയ്തത്, ഒരുപാട് കാര്യങ്ങൾ വേണ്ടാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതികരിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.